ദേവിയും 3 മക്കളും ഇനി എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി അറുമുഖനും കുടുംബവും താമസിച്ചത് ഈ പുറമ്പോക്ക് ഭൂമിയിലാണ്. അറുമുഖന്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിന് താമസം മാറ്റേണ്ടി വന്നു. ചെറിയച്ഛൻ താമസിക്കുന്ന നഗരസഭാ കോളനിയിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ആലുവ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയായിരുന്ന അറുമുഖൻ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തത്. കിണറ്റിൽ ചെന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരത്തി 3 പിള്ളേരും നോക്കണ്ടായി. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ അറുമുഖൻ തൊട്ടി പോയിട്ട് എടുക്കാൻ പോയതാണെന്ന് പറഞ്ഞു. വേറെ ഒന്നും എനിക്കറിയത്തില്ല. വീട്ടുപണിക്ക് പോയാണ് അവർ ജീവിക്കുന്നത്. പിന്നെ പിള്ളേരാണെങ്കിലും ഭയങ്കര കഷ്ടപ്പാടൊക്കെയാണ് അവർക്ക്. 3 കുഞ്ഞു മക്കളല്ലേ. കിണർ നന്നാക്കുന്നതിനിടെ കിണറ്റിൽ വീണ് മരിച്ചെന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ നഗരസഭയുടെയും പോലീസിന്റെയും പീഡനത്തെ തുടർന്നാണ് അറുമുഖൻ മരിച്ചതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ആറുമുഖന് ശമ്പളം ചോദിക്കാൻ പോയിരുന്നു, ദീപാവലിക്കുള്ള പൈസയ്ക്ക് ചോദിക്കാൻ പോയിരുന്നു. അപ്പോൾ ആറുമുഖന് വീട്ടിൽ വന്നപ്പോൾ കിണർ ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് കിണർ ക്ലീൻ ചെയ്ത് മുകളിലോട്ട് വന്നു. പിന്നെ എന്താ തോന്നിയെന്നറിയില്ല, ഓടിപ്പോയി കിണറ്റിലോട്ട് ചാടുകയും ചെയ്തു. ശമ്പളം നൽകിയില്ലെന്നാരോപിച്ച് നഗരസഭയിൽ ബഹളം വെച്ചതുമായി ബന്ധപ്പെട്ട പരാതിയിൽ അറുമുഖനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ച ജാമ്യത്തിലിറങ്ങിയ അറുമുഖൻ ഞായറാഴ്ചയാണ് മരിച്ചത്. വീട്ടുജോലിയെടുത്താണ് ദേവി കുടുംബം പോറ്റുന്നത്. മീഡിയ 1